ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാട്ടിലെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ കാണിച്ചിരുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ അന്നത്തെ ഇറച്ചിയൊക്കെ എടുത്ത് ഒന്ന് സോട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. കട്ട് ചെയ്യാനൊന്നും എന്തായാലും അന്നത്തെ ദിവസം പറ്റില്ലായിരുന്നു, നമ്മൾ യാത്ര ചെയ്തൊക്കെ ടയേർഡായതുകൊണ്ട് എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കറി വയ്ക്കാനുള്ളത്, പൊരിക്കാനുള്ളത്, ബിരിയാണി വയ്ക്കാൻ അങ്ങനെയൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പല ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ പോയി നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് സാധനങ്ങളോട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫറൊക്കെ കണ്ടപ്പോഴത്തേനും ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇല്ലായിരുന്നു, പിന്നെ അതുപോലെ ബെഡ്ഷീറ്റ് ഓഫർ കണ്ടായിരുന്നു, പിന്നെ അതുപോലെ ക്രീം, പിന്നെ ഓർഗനൈസ് ചെയ്യുന്ന 1-2 സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് യിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഷെൽഫിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഹെവി ആയിട്ടുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ, കബോർഡിനകത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതിന് താഴെ ആ ഒരു ഫിക്സ് ചെയ്യാനുള്ള ഒരു ബുഷ് പോലത്തെ സംഭവം കൂടെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഓഫറിലാണ് കിട്ടിയത്. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശൊക്കെയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ദിവസവും രാവിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും, പക്ഷേ ഒരിക്കലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ നാട്ടിൽ. അതങ്ങനെയായിരുന്നു നാട്ടിലത്തെ സിറ്റുവേഷൻ. അപ്പം നാട്ടിൽ കുക്ക് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എല്ലാം സെറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയതും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ നമുക്ക് ഓരോരോ തിരക്കുകളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റിയൊരവസ്ഥയല്ലായിരുന്നു. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. ആ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം ബിരിയാണിയാണ് കേട്ടോ അന്നത്തെ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഉണ്ടാക്കിയതൊന്നും എടുത്തിട്ടില്ല വീഡിയോ, ദമ്മിലിരിക്കുകയാണ് കേട്ടോ ഇപ്പം. അപ്പോൾ ഞാൻ ദമ്മ് ഓപ്പൺ ചെയ്യണ മാത്രമാണ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഒത്തിരി ബിരിയാണി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ, അതുപോലെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ പോയൊരു 2-3 ആഴ്ചയ്ക്ക് ശേഷം കുട്ടികളെ നമ്മൾ മദ്രസയിൽ ഓതാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ ഓതാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനും മക്കൾ മാത്രമാണ് ഇപ്പോൾ വെക്കേഷനും പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കൂടുതൽ സമയം എൻ്റെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീട്ടിലൊക്കെ ആയിട്ടാണ് ഇരുന്നത്. അപ്പം എൻ്റെ മൂത്ത മോനെ നാട്ടിലാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിൽ ചേർത്തേക്കുന്നത്, +1-ന്. അപ്പോൾ അവൻ ഇടയ്ക്ക് വീക്കെൻഡ്സ് വരുമായിരുന്നു. അപ്പോൾ അന്ന് വന്നിട്ട് പോയതേ ഉള്ളായിരുന്നു. അപ്പോൾ ഈവനിങ് കളിച്ചിട്ട് കാല് മടിഞ്ഞു, അതുപോലെ വന്നിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഒരു 2 ആഴ്ച ഇരുന്നു കേട്ടോ. അപ്പോൾ അത് 2 ആഴ്ചയ്ക്ക് ശേഷമാണിത് ഒരു ആങ്കിൾ ബൈൻഡറൊക്കെ ഇട്ട് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഫ്രാക്ചർ ഇല്ലായിരുന്നു, ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് പിന്നെ അവനെ ഹോസ്റ്റലിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവൻ്റെ ഹോസ്റ്റലും പരിസരമൊക്കെയാണ്. അപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ +1 പഠിക്കുന്നത്, പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലാണ് കേട്ടോ ഇവരുടെ സ്കൂളിൽ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത്. +1 കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിലാണ്. അപ്പോൾ മോന് നാട്ടിൽ എൻട്രൻസ് കോച്ചിങ്ങോടെ കൂടി കൊടുക്കാവുന്ന രീതിയിലുള്ള സ്കൂളിലാണ് കേട്ടോ ആക്കിയേക്കുന്നത്.
അപ്പം മോൻ നാട്ടിൽ ഹോസ്റ്റലിൽ പോയപ്പോൾ ഞാൻ ആദ്യം പോയിട്ടില്ലായിരുന്നു, കൂടെ ഹസ്ബൻഡാണ് കൊണ്ടാക്കിയതൊക്കെ മെയിൽ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ അതുകൊണ്ടാണ് ജൂണിൽ നേരത്തെ തന്നെ പോയത്. അപ്പോൾ അവന് കൂടെ നമ്മുടെ കൂടെ വീക്കെൻഡ്സിലൊക്കെ അവന് വരാം, നിൽക്കാം. അങ്ങനെ നമ്മൾ 2-2.5 മാസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. മോനും ഞങ്ങളുടെ കൂടെ വന്നും പോയി നിന്നും. പിന്നെ ഇടയ്ക്ക് മഴയ്ക്ക് കുറേ അവധിയൊക്കെ കിട്ടിയപ്പോഴും അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ വേറൊരു ദിവസമാണ് കേട്ടോ. മുഹറം 9-10 നോമ്പിൻ്റെ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഈവനിങ് എടുത്താണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ വളരെ ചെറുതായിപ്പോയി എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരിയുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ടിട്ട് അന്ന് ഈവനിങ് ആണ് നമ്മൾ നോമ്പ് തുറക്കാനായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വേസ്റ്റ് കളയാനാണല്ലേ. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കഴുകി ഇങ്ങനെ ഉണക്കി കവറിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആളുകൾ വന്നത് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.